ഇത്രയേറെ വിവാദങ്ങൾ ഈ കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ കേരളത്തിൽ നടക്കുന്ന സമയത്തും എന്തുകൊണ്ടാണ് ശ്രീ AK ആന്റണി ഒരക്ഷരം പോലും മിണ്ടാത്തത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആദ്യം തന്നെ ഉടലെടുത്ത വിഷയം എന്തായിരുന്നു? മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം. അതിൽ AK ആന്റണി എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചോ? 20% ആൽക്കഹോളിക് കണ്ടന്റുള്ള മദ്യത്തിന് നികുതി ഒഴിവാക്കിക്കൊണ്ട്, അതായത് പകുതി നികുതി കുറച്ചു കൊടുക്കുന്ന ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടു. ഇത് UDF-ലോ കോൺഗ്രസ് പാർട്ടിക്കകത്തോ പാർലമെന്ററി പാർട്ടിക്കകത്തോ മന്ത്രിസഭയ്ക്കകത്തോ ആലോചിച്ചിട്ടില്ല. മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞ വലിയൊരു കള്ളമുണ്ട്. അതായത് അദാനി MSCക്ക് തങ്ങളുടെ ഷെയർ 49% ഷെയർ വിൽക്കാൻ വേണ്ടി പോകുന്നു എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ സ്വന്തം മകന് മന്ത്രിയാകാൻ വേണ്ടിയിട്ട് BJP-യുമായിട്ടുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ശ്രീ AK ആന്റണിയുടെ ഈ നിശബ്ദത എന്ന് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുമോ? നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. AK ആന്റണി കേരള രാഷ്ട്രീയത്തിലെ ഒരു ഭീഷ്മാചാര്യരാണ്. AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു, KPCC-യുടെ അധ്യക്ഷനായിരുന്നു, കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവാണ് ശ്രീ AK ആന്റണി എന്ന് പറയുന്നത്. AK ആന്റണി 10 വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ UDF അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം ശ്രീ VD സതീശനോടൊപ്പം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം കേരളത്തിന്റെ ഖജനാവ് കാലിയാണ്, അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും കുറച്ച് സമയം VD സതീശന് നൽകണമെന്ന് സമ്മതിച്ചിരിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ പൂർണ്ണമായിട്ടും കേരളത്തിലെ ജനത ഏത് രീതിയിൽ എടുത്തു എന്നുള്ളത് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ വന്ന പത്രമാധ്യമങ്ങളിലെ വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയേറെ വിവാദങ്ങൾ ഈ കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ കേരളത്തിൽ നടക്കുന്ന സമയത്തും എന്തുകൊണ്ടാണ് ശ്രീ AK ആന്റണി ഒരക്ഷരം പോലും മിണ്ടാത്തത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആദ്യം തന്നെ ഉടലെടുത്ത വിഷയം എന്തായിരുന്നു? മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം. അതിൽ AK ആന്റണി എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചോ? AK ആന്റണി വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ചില ആളുകൾക്ക് വേണ്ടിയിട്ട് VD സതീശന്റെ അടുത്തും ഹൈക്കമാൻഡിന്റെ അടുക്കലും റെക്കമെൻഡേഷൻസ് നടത്തി എന്നതിനപ്പുറത്തേക്ക് കാര്യമായ യാതൊരുവിധ ഇടപെടലുകളും അതിൽ നടത്തിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള ഓരോ വിവാദങ്ങളും, ആദ്യം വന്ന വിവാദമായിരുന്നു ശബരിമലയിലെ സ്പെഷ്യൽ പ്ലീഡറുടെ നിയമനം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് വിവാദം ഉയർന്നു വന്ന സമയത്ത് AK ആന്റണി ഒരക്ഷരമെങ്കിലും ഉരിയാടാൻ തയ്യാറായിട്ടില്ല. എന്താണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു മൗനത്തിന് അല്ലെങ്കിൽ നിശബ്ദതയ്ക്ക് കാരണം? അത് കഴിഞ്ഞതിന് ശേഷം ബക്കാഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഉയർന്നു വന്നു. 20% ആൽക്കഹോളിക് കണ്ടന്റുള്ള മദ്യത്തിന് നികുതി ഒഴിവാക്കിക്കൊണ്ട്, അതായത് പകുതി നികുതി കുറച്ചു കൊടുക്കുന്ന ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടു. ഇത് UDF-ലോ കോൺഗ്രസ് പാർട്ടിക്കകത്തോ പാർലമെന്ററി പാർട്ടിക്കകത്തോ മന്ത്രിസഭയ്ക്കകത്തോ ആലോചിച്ചിട്ടില്ല. VD സതീശനെടുത്ത ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു. ഈ തീരുമാനത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് ശബ്ദിക്കുവാനായിട്ട് ശ്രീ AK ആന്റണി തയ്യാറായിട്ടില്ല. അതിനുശേഷം പിന്നീട് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ. PM ശ്രീയെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരല്ല PM ശ്രീ സൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ സർക്കാരും PM ശ്രീയിൽ സൈൻ ചെയ്തിട്ടില്ല. 2 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതായത് കേരളത്തിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറിയും കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയും തമ്മിലുണ്ടാക്കിയ ഒരു MOU മാത്രമാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് കഴിഞ്ഞ സർക്കാർ തന്നെ ഈ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് തങ്ങൾ തയ്യാറല്ല എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തിരുന്നു. എന്താണ് ശ്രീ AK ആന്റണി, UDF സർക്കാർ, VD സതീശനും മുസ്ലിം ലീഗും PM ശ്രീയുമായിട്ട് ഇനി മുൻപോട്ട് പോയേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം നിശബ്ദനായിട്ടിരിക്കുന്നതിന്റെ പിന്നിലെ തേജോവികാരം എന്താണ് എന്നറിയാനായിട്ട് അതിയായ ആഗ്രഹമുണ്ട്. അദാനി പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദാനി MS-മായിട്ട് ചേർന്നുണ്ടാക്കിയ കരാറിനെ കുറിച്ചല്ല ഇവിടെ തർക്കം. പക്ഷേ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞ വലിയൊരു കള്ളമുണ്ട്. അതായത് അദാനി MSCക്ക് തങ്ങളുടെ ഷെയർ 49% ഷെയർ വിൽക്കാൻ വേണ്ടി പോകുന്നു എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം. ഈ ഒരു വിഷയം വിവാദമായപ്പോഴും എന്താണ് ശ്രീ AK ആന്റണി ഒരക്ഷരം പോലും ഉരിയാടാത്തത്? അതുകൂടാതെ തന്നെ GP നിയമനവുമായി ബന്ധപ്പെട്ട് ലോയേഴ്സ് കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇവിടെ ഉയർത്തി, വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇവിടെ ഉയർത്തി. BJP ബന്ധമുള്ള ആളുകളെ GP-മാരായിട്ട് നിയമിച്ചു എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണമാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം അടികൊണ്ടും സമരം ചെയ്തും വന്ന പല വക്കീലന്മാർക്കും വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുത്തിട്ടില്ല എന്ന രീതിയിൽ വലിയ ആരോപണം കോൺഗ്രസ് പാർട്ടിക്കകത്തും പുറത്തും പൊതു സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ ഉയർന്നു വന്നു. എന്താണ് AK ആന്റണിയുടെ ഈ മൗനത്തിന് കാരണമെന്ന് കേരളം ഒരേ സ്വരത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനുള്ള ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. കാരണം ഈ സർക്കാർ
പൂർണ്ണമായിട്ടും BJP-യുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സഹകരിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ചു പ്രവർത്തിക്കുന്നതിനൊന്നും ഒരിക്കലും നമുക്ക് വിമർശിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. AK ആന്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണി ഇന്നിപ്പോൾ ഏത് പാർട്ടിയിലാണ്? അദ്ദേഹം പ്രവർത്തിക്കുന്നത് BJP-യിലാണ്. ഇപ്പോൾ നമുക്കറിയാം അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ രാജ്യസഭാ അംഗമായിരുന്നു, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം 2 ആഴ്ചകൾക്ക് മുമ്പ് രാജിവെച്ചു. ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ഇനി വരാൻ പോകുന്ന കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ കേന്ദ്ര മന്ത്രിസഭയിൽ വരാൻ സാധ്യതയുള്ള പേര് ആരുടെയാണ്? ആ പേര് മറ്റാരുടെയുമല്ല, അനിൽ ആന്റണിയുടേത് ആയിരിക്കും എന്നുള്ള രീതിയിൽ BJP വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നു. അങ്ങനെ സ്വന്തം മകന് മന്ത്രിയാകാൻ വേണ്ടിയിട്ട് BJP-യുമായിട്ടുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ശ്രീ AK ആന്റണിയുടെ ഈ നിശബ്ദത എന്ന് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുമോ? കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്നില്ലേ? ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ബെക്കാഡിക്ക് നൽകിയ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ VM സുധീരൻ വരെ അതിശക്തമായ വിമർശനവുമായിട്ട് സർക്കാർ തിരുത്തണം എന്ന ആവശ്യവുമായിട്ട് രംഗത്തേക്ക് വന്നു. അതുകൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ശേഷാദ്രിക്കെതിരെ അതിശക്തമായിട്ട് ഒരു KPCC-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM നിയാസ് രംഗത്ത് വന്നില്ലേ? എന്താണ് AK ആന്റണി ഒരു തരത്തിലും പ്രതികരിക്കാതിരുന്നത്? ശേഷാദ്രി എന്ന് പറയുന്നയാള് ചെറുപ്പത്തിലെ SFI-കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം SFI-കാരനായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടി, സംഘപരിവാർ അജണ്ടകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് AK ആന്റണി നിശബ്ദനായിട്ടിരിക്കുന്നത്? AK ആന്റണിക്ക് ഒന്നും പറയാനില്ലേ? BJP-ക്കെതിരെ, വർഗീയതയ്ക്കെതിരെ, സംഘപരിവാറിനെതിരെ ഘോരം പ്രസംഗിക്കുന്ന ആളായിരുന്നല്ലോ അങ്ങ്. എന്താണ് അങ്ങ് മൗനം പാലിക്കുന്നത്? അങ്ങ് മൗനം പാലിക്കുന്നത് അങ്ങയുടെ മകന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പൊതുജന സംസാരം. അങ്ങ് മറുപടി പറയേണ്ടതല്ലേ ഇതിനൊക്കെ? ഇത് കൂടാതെ തന്നെ അദാനിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവില്ല. കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനവും അദാനിയുമായിട്ട് സഹകരിക്കേണ്ട എന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാടല്ലായിരുന്നോ? രാഹുൽ ഗാന്ധിയുടെ നിലപാടല്ലായിരുന്നോ? അതിനുശേഷവും പിന്നീട് ഇപ്പോൾ അദാനിയുമായിട്ട് ഈ സർക്കാർ പല കാര്യങ്ങളിൽ യോജിച്ചു പോകുന്നതിൻ്റെ പിന്നിലുള്ള തേജോവികാരം എന്താണ് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൂടാണ്ട് തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അദാനി പോർട്ടിന്റെ MD ആയിരുന്ന ദിവ്യ എസ് അയ്യർ അദാനി ഈ പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തികളിൽ 12ഓളം പ്രാവശ്യം ചട്ടലംഘനം നടത്തിയതിന്റെ പേരിൽ അവര് അദാനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ആ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിന്റെ പേരിൽ അന്നേ ദിവ്യ എസ് അയ്യരെ നീക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷേ അതിന് അന്നത്തെ പിണറായി സർക്കാർ വഴങ്ങിക്കൊടുത്തില്ല. അതിനുശേഷം UDF സർക്കാർ വന്നിരിക്കുന്നു. VD സതീശൻ പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് G കാർത്തികേയൻ എന്നാണ്. G കാർത്തികേയന്റെ മരുമകൾ കൂടിയല്ലേ ദിവ്യ എസ് അയ്യർ? എന്തുകൊണ്ടാണ് വന്ന ഉടനെ തന്നെ ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിന്റെ MD സ്ഥാനത്ത് നിന്നും ഈ സർക്കാർ മാറ്റിയത്? എന്താ AK ആന്റണി പ്രതികരിക്കുന്നില്ലേ? AK ആന്റണി പ്രതികരിച്ചു കാണാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ. അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ ഈ സർക്കാരിന് കുറച്ച് സമയം കൊടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പൊതുജനങ്ങൾ തയ്യാറാണ്. പക്ഷെ കൊടുക്കുന്ന സമയത്ത് കേരളത്തെ കൊണ്ടുപോയി സംഘപരിവാറിന് അടിയറവ് വെച്ചുകൊണ്ട്, അദാനിക്ക് അടിയറവ് വെച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രമിക്കുന്ന സമയത്ത് എന്താണ് അങ്ങ് ഇടപെടാത്തത്? കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് BJP-യുമായിട്ട് അങ്ങ് സറണ്ടർ ചെയ്തു എന്നുള്ളതാണ്. BJP-യുമായിട്ട് അങ്ങ് സറണ്ടർ ചെയ്തു എന്നാണ്. അങ്ങ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ആളല്ലേ? എന്താണ് താങ്കൾ പ്രതികരിക്കാത്തത്? താങ്കളുടെ മകന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലെ പൊതുജനത്തെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുമോ? അങ്ങയുടെ മൗനത്തിന് പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ വേണ്ടി സാധിക്കുമോ? അങ്ങാണ് കേരളത്തിൽ ചാരായ നിരോധനം കൊണ്ടുവന്നത്. മദ്യനിരോധനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാദിച്ചിട്ടുള്ളത് അങ്ങാണ്. അങ്ങനെ വാദിച്ചിട്ടുള്ള അങ്ങ് തന്നെ ബെക്കാഡിക്ക് നികുതി ഇളവ് നൽകിയപ്പോൾ ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ബെക്കാഡി കമ്പനിക്ക് BJP-യുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അദാനിക്ക് BJP-യുമായിട്ട് ബന്ധമുണ്ട്. അദാനിക്ക് ബെക്കാഡിയുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. അതുകൂടാതെ ഞങ്ങളുടെ ഒരു കാര്യം ഞങ്ങൾ ചോദിച്ചു കൊള്ളട്ടെ. മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന്റെ മംഗലാപുരം യാത്രയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അവിടെ വെച്ച് അദാനി ഗ്രൂപ്പിന്റെ
പ്രസിഡന്റിനെ അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള വി.ഡി. സതീശൻ കണ്ടു. അതിനെക്കുറിച്ച് അങ്ങയുടെ നിലപാട് എന്താണ്? അങ്ങയുടെ നിലപാടറിയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുകയാണ്. ഇനിയെങ്കിലും അങ്ങൊന്ന് വായി തുറന്ന് പറയൂ. അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മൗനം അവലംബിക്കുന്നത്? അങ്ങയുടെ മകനെ കേന്ദ്രമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള നിശബ്ദതയാണോ ഇത്? അങ്ങ് എന്തെങ്കിലും പ്രതികരിച്ചാൽ, അദാനിക്കെതിരെ പ്രതികരിച്ചാൽ, ബക്കാടിക്കെതിരെ പ്രതികരിച്ചാൽ മകന് ലഭിക്കാൻ പോകുന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോകും എന്നൊരു തോന്നലാണോ അങ്ങേക്കുള്ളത്? അങ്ങയുടെ പ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു, അങ്ങയുടെ കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ ഞങ്ങൾ മാനിക്കുന്നു, കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെയും എല്ലാം ഞങ്ങൾ മാനിക്കുന്നു. പക്ഷേ അങ്ങ് പല വിഷയങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. പലരെയും മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഹൈക്കമാൻഡിൽ ഇപ്രാവശ്യം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. പല കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ചോദിക്കുന്നു. KPCC പ്രസിഡന്റ് ഇല്ലാത്തൊരു അവസ്ഥയുണ്ട് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ്റെ അവസ്ഥയുണ്ട്. എന്താണ് താങ്കൾ പ്രതികരിക്കാത്തത്? എല്ലാവരും പറയുന്നു ഒന്ന് മാത്രമേ ഉള്ളൂ, താങ്കൾ BJPക്ക് മുമ്പിൽ ഈ ഒരു സമയത്ത്, വാർദ്ധക്യം ആണ് അങ്ങേക്ക്, അങ്ങ് നൽകിയ സേവനങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് പറയട്ടെ, അങ്ങ് BJPക്ക് മുമ്പിൽ സറണ്ടർ ചെയ്തിരിക്കുന്നു. അത് സ്വന്തം മകന് വേണ്ടിയാണ് എന്നതാണ് പൊതുജനം പറയുന്ന കാര്യം.